ഇന്നലെ ജാസ്മിനെ ജയിലിലേക്ക് വിട്ടതിന് പ്രധാന കാരണം തന്നെ കിച്ചൺ ഡ്യൂട്ടി ചെയ്തത് ഒറ്റയ്ക്ക് നിന്ന് അൻസിബയായിരുന്നു. കിച്ചൺ ഡ്യൂട്ടിയിൽ ഒന്നും പങ്കെടുക്കാതെ ഗബ്രിയുടെ പുറകെ നടക്കുന്ന ജാസ്മിനെയാണ് എല്ലാവരും കണ്ടത്. ജാസ്മിൻ ഇവിടെ കൂടുതൽ പ്രിവിലേജസ് ഒന്നുമില്ല, എല്ലാരെയും പോലെ തന്നെയാണ് ജാസ്മിൻ എന്ന് ക്യാപ്റ്റനായ ശ്രീതുവും പറഞ്ഞിരുന്നു. രാവിലെ തൊട്ട് ഈ നിമിഷം വരെ കിച്ചണിൽ ജാസ്മിൻ കയറിയിട്ടില്ല. ഒറ്റയ്ക്ക് കിടന്ന് കിച്ചണിൽ ജോലി ചെയ്യുന്ന അൻസിബേനെ വീണ്ടും നമുക്ക് ലൈവിൽ കാണാം. അൻസിബയുടെ കൂടെ സഹായിക്കാനായിട്ട് ജിൻഡോ ഉണ്ട്, നോറയും ഇടയ്ക്ക് സഹായിക്കാനായിട്ട് കിച്ചണിലുള്ളത് കാണാം. എന്നാൽ ഈ നിമിഷം വരെ രാവിലെ തൊട്ട് ഗബ്രിയുമായിട്ട് ജിൻഡോനെ എങ്ങനെ പൂട്ടാം അത് എക്സിക്യൂട്ട് ചെയ്ത് ക്യാമറയുടെ മുന്നിൽ ജിൻഡോയ്ക്കെതിരെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം വരെ അടുക്കളയിൽ കയറാതെ ഗബ്രിയുമായിട്ട് സലപിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ശിക്ഷ കൊടുത്തിട്ടും ജാസ്മിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളൊരു ധാർഷ്ട്യമാണ്. ജാസ്മിന്റെ കൂടെ തന്നെ ശിക്ഷ കിട്ടി ജയിലിൽ നിന്ന് വന്ന ആളാണ് ജിൻഡോ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നുണ്ട്. ജാസ്മിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? എന്നാൽ ആ വീട്ടിലുള്ള ആരും തന്നെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ജാസ്മിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ പുറത്തു പോകുന്ന പേടിച്ചിട്ടാണോ ഇപ്പൊ ആരും മിണ്ടാത്തത്? എന്തായാലും ആ വീട്ടിൽ ഇപ്പം ജാസ്മിനെതിരെ സംസാരിക്കാൻ ആരും തന്നെ ഇല്ല. ആകെ സംസാരിക്കാറ് നന്ദന മാത്രമാണ്. സിജോ ഇപ്പൊ പുറത്തുപോയി അകത്ത് വന്നതിന് ശേഷം ജാസ്മിൻ ഗബ്രീനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ജിൻഡോയെ നെഗറ്റീവായി കാണിക്കാനാണ് സിജോയും ട്രൈ ചെയ്യുന്നത്. എന്തായാലും ആ വീട്ടില് ഒരാളും ചോദിക്കാനും പറയാനും ജാസ്മിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനും ഇല്ല. ഈ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാക്കി ഗബ്രിയും ജാസ്മിൻ തന്നെ അവതരിപ്പിച്ചേനെ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.